വോട്ടധികാർ യാത്ര വലിയ വിജയമായി മാറുകയാണ്. ഇന്ന് പദയാത്രയോടുകൂടി യാത്ര അവസാനിക്കും. ഇപ്പോൾ പട്നയിൽ നിന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ്. വലിയ വിജയമായി മാറിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അത് ഏറ്റുകൊണ്ടുള്ള വോട്ടധികാർ യാത്ര. വലിയ ജനപിന്തുണ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അങ്ങുകൂടി എത്തിയിരിക്കുകയാണ് പട്നയിൽ. തീർച്ചയായും രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന വോട്ടധികാർ യാത്ര ഒരു ചരിത്ര വിജയം തന്നെ നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ചും ബീഹാറിൽ കോൺഗ്രസ് പാർട്ടിയുടെ വലിയൊരു ഉയർത്തെഴുന്നേൽപ്പായിട്ടാണ് ഇതിനെ കാണുന്നത്. കോൺഗ്രസ് ബീഹാറിൽ വളരെ അതിൻ്റെ ശക്തി ക്ഷയിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ കോൺഗ്രസ് ഇവിടെ ഉണർന്നിരിക്കുന്നു. കോൺഗ്രസിൻ്റെ ശക്തി ഒട്ടും ക്ഷയിച്ചിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് പതിനായിരക്കണക്കിന് ആളുകൾ കോൺഗ്രസിൻ്റെ പതാക പിടിച്ച്, അതിൽ കൂടുതലും ചെറുപ്പക്കാർ രാഹുൽ ഗാന്ധിയോടൊപ്പം അണിനിരന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്ത് മൊത്തത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു മാറ്റത്തിൻ്റെ സൂചനയാണ് വോട്ടധികാർ യാത്രയിലൂടെ പ്രകടമാകുന്നത്. പ്രത്യേകിച്ചും ചെറുപ്പക്കാർ, അതുപോലെ തന്നെ തൊഴിലാളികൾ, ദളിത് വിഭാഗങ്ങൾ, പിന്നോക്ക വിഭാഗങ്ങളൊക്കെ തന്നെ കോൺഗ്രസിനോടൊപ്പം, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ ബ്ലോക്കിനോടൊപ്പം അണിചേരുന്നു എന്നതിൻ്റെ തെളിവാണ് നമുക്ക് കാണാൻ കഴിയുക. ഇന്നലെ തന്നെ പവൻ ഖേര പറയുകയുണ്ടായി 89 ലക്ഷം പരാതികൾ കോൺഗ്രസ് നൽകിയിരുന്നു, പക്ഷേ അതൊന്നും നൽകിയിട്ടില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എപ്പോഴും കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ നടത്തുന്ന ക്രമക്കേടുകൾ, അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തുണ്ടാകുന്ന വീഴ്ചകൾ മൂടിവെക്കാൻ വേണ്ടി അവർ നിരന്തരം കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.